എന്നാൽ ഇനി അവസാനം 3 പത്തുകളെ പ്രത്യേകം ചില സംഗതികൾക്ക് ഹബീബായ റസൂലുള്ളാഹി റിസർവ് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. ഒന്നാമത്തെ 10 കാരുണ്യത്തിന്റെ 10 രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെ 10 മൂന്നാമത്തെ 10 നരകമോചനത്തിന്റെ 10 എന്ന് സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പൊ ഈ അവസാനത്തെ 10 വആഖിറുഹു ഇത്ഖും മിനന്നാർ എന്ന് പറഞ്ഞ ഈ ഒരു അതിൻ്റെതായ പീരിയഡില് നമ്മൾ നരകത്തെ തൊട്ട് അഭയം തേടാൻ, നരകമോചനം ചോദിച്ചു വാങ്ങാൻ, നരകമോചനം ഉറപ്പാക്കാൻ എന്തൊക്കെ അനിവാര്യമാണോ അത് മുഴുവനും ചെയ്യണം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. എത്ര തവണ എനിക്കും നിങ്ങൾക്കും ചൊല്ലാനാകുമോ അത്രയും തവണ നമ്മളത് ചൊല്ലിയിരിക്കണം. സംഗതി ചെറിയ കാര്യമല്ലല്ലോ. ഒരു മനുഷ്യന്റെ മുമ്പിലുള്ള, ഒരു വിശ്വാസിയായ മനുഷ്യന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വിഷയം ഏതാണ്? അവന്റെ പരലോകം സലാമത്താവുക എന്നാണ്. സൂറത്തുൽ ബഖറ തുടങ്ങുന്നിടത്ത് തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ? വേറെയും സ്ഥലത്ത് ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ മാത്രമല്ല, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. പരലോകം കൊണ്ട് മാത്രമാണ് വിശ്വാസികൾക്ക് ഉറപ്പുള്ളത് എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ സുഖം, ദുനിയാവിലെ സന്തോഷം, ദുനിയാവിലെ ഐശ്വര്യം, അതിലൊന്നും വിശ്വാസികൾക്ക് ഒരിക്കലും ഉറപ്പില്ല. ദുനിയാവിലെ സൗന്ദര്യം അത് ഇന്നുണ്ടാവും, നാളെ പോകും. ദുനിയാവിലെ സൗകര്യം അത് ഇന്നുണ്ടാവും, നാളെ അസ്തമിക്കും. നേരെ മറിച്ച് പരലോകത്ത് സുഖമാണോ ആ സുഖം നിലനിൽക്കാനുള്ളതാണ്. പരലോകത്ത് ദുഃഖമാണോ ആ ദുഃഖവും അതുപോലെ തന്നെയാണ്, നിലനിൽക്കാനുള്ളതാണ്. അപ്പൊ ദുഃഖവും സുഖവും ഒക്കെ സത്യത്തിൽ അത് പരലോകത്താണ്. അവിടെ രക്ഷപ്പെടലാണ് രക്ഷപ്പെടൽ, അവിടെ കഷ്ടപ്പെടലാണ് എല്ലാ അർത്ഥത്തിലും കഷ്ടപ്പെടൽ. അതുകൊണ്ടാണ് പരലോകത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്, പരലോകം കൊണ്ട് മാത്രമാണ് വിശ്വാസികൾക്ക് ഉറപ്പുള്ളത്, പരലോകത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് എന്ന് ഖുർആൻ പറയാൻ കാരണം. അപ്പോ ആ പരലോകം നേടാൻ എന്തൊക്കെ ചെയ്യാനാവുമോ അത് നമ്മൾ ചെയ്യണം. അതേസമയം വിശ്വാസികളല്ലാത്ത ആളുകളെ പറ്റി അള്ളാഹു പറഞ്ഞത് ദുനിയാവിന്റെ ഉപരിപ്ലവ കാര്യങ്ങൾ മാത്രമേ, ലാഹിറം മിനൽ ഹയാത്തി ദുനിയ യഅലമൂന ലാഹിറം മിനൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ഉപരിപ്ലവ കാര്യങ്ങൾ മാത്രമേ അവർക്കറിയൂ. കഴമ്പിന്റെ കഴമ്പായ, അകക്കാമ്പായ ആഖിറത്തിലെ തൊട്ട് അവർ അശ്രദ്ധരാണ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 നാം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗം കിട്ടണം. അതിന് വേണ്ട പണി എന്താണോ അത് നാം ചെയ്യണം. സത്യത്തിൽ സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട നരകത്തിന്റെ ഭീകരമായ ചിത്രങ്ങൾ ഈ സമയത്ത് ഒരൽപ്പം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഒരു പുനർചിന്തക്ക്, ഒരു പുതിയ ചിന്തക്ക് കാരണമാകുമെന്ന് ആലോചിക്കുകയാണ്. ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ, ഇസ്രാഇന്റെ അന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് കൂടെ യാത്ര പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട ഒരുപാട് അത്ഭുത കാഴ്ചകളുണ്ട്. ആ അത്ഭുത കാഴ്ചകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ നരകത്തെ തൊട്ട് അഭയം തേടണം, സ്വർഗം ചോദിക്കണം എന്ന തോന്നലൊക്കെ നമുക്ക് കൂടുതൽ ഒന്നും കൂടെ മനസ്സിലുറക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്ന് ജിബ്രീൽ ഇസ്രാ മിഅ്റാജ് ആ അത്ഭുത യാത്രയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ജിബ്രീലിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നു. അങ്ങനെ പോകുമ്പോൾ സ്വഹീഹായ ഹദീസിൽ രേഖപ്പെടുത്തിയതാണ് ഫഅതാ അലാ ഖൗമിൻ തുറല്ലഹു റൂസുഹും ബിസ്സഖർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രാമധ്യേ കാണുന്നത് ഒരു ടീം. ആ ടീമിന്റെ തല വലിയ പാറക്കല്ല് കൊണ്ട് ഇങ്ങനെ കുത്തി ചതക്കുന്നുണ്ട്. നിലത്ത് കിടക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരുടെ തല വലിയ പാറക്കല്ല് കൊണ്ട് നിലത്തിട്ട് ഇങ്ങനെ കുത്തി ചതക്കുന്നുണ്ട്. കുല്ലമ റുളിഹത് ആദത്ത് കമാ ഖാനത്ത്.
കുല്ലമാ റുല്ലിഹത് ആദത് കമാ കാനത്. ആ തല കുത്തിച്ചതക്കുമ്പോഴൊക്കെയും കുത്തിച്ചതച്ച് പൊട്ടി തകർന്നു പോകുന്ന ആ തലച്ചോറുകൾ വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ വരികയാണ്. അത് നേരെയാവുന്നു, ശരിയാവുന്നു. ശിക്ഷയിൽ ഒരു ഇളവുമില്ല. പിന്നെയും കുത്തിച്ചതച്ചുകൊണ്ടിരിക്കുന്നു. ലാ യുഫത്തറു അൻഹും മിൻ ദാലിക ഷൈ. ഒരു ഇളവുമില്ലാത്ത രൂപത്തിൽ ഈ ശിക്ഷ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബിക്ക് വല്ലാത്ത വിഷമമായി. മുത്തുനബി യാത്രയിൽ തൻ്റെ കൂടെയുള്ള യാത്രാ ഗൈഡ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ? ആരാണ് ജിബ്രീലെ ഈ ടീം? തല കുത്തിച്ചതച്ച് തകർന്നു പോകുമ്പോൾ വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലാകുന്നു. എന്നിട്ട് വീണ്ടും ആ തല ഇങ്ങനെ കുത്തിച്ചതക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആരാണിത്? എന്താണ് ഇവരുടെ കഥ എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുന്നത്, റമദാനിന്റെ അവസാനത്തെ 10 അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഹബീബ് നേരിട്ട് അവിടുത്തെ നുബൂവത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടനുഭവിച്ച അവിടുത്തെ നുബൂവത്തിന്റെ തിരുനാക്കുകൊണ്ട് എനിക്കും നിങ്ങൾക്കും കൈമാറിയ ഈ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ചിന്തിക്കണം, ഇനി ജീവിതത്തിൽ ഒരു തവണ പോലും ഫർള് നിസ്കാരം ഖളാ ആക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാവരുത്. ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുക്കുകയാണ്. നമ്മൾ വെറുതെ എങ്ങനെ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്നിങ്ങനെ കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്തതുകൊണ്ട് മാത്രമായോ ഫർള് നിസ്കരിക്കാതെ നമ്മൾ പടച്ചോനെ എന്നെ നരകത്തെ തൊട്ട് മോചിപ്പിക്കണേ, എന്നെ സ്വർഗത്തിൽ കടത്തി തരണേ എന്ന് പറഞ്ഞിട്ട് നടക്കുവോ? ഇതാ നരകത്തിലെ ഒരു ചിത്രമാണ് റസൂലുള്ളാഹി കണ്ടത്. ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഹൗലായില്ലദീന തതസാഖലൂന റൂസുഹും അനി സ്വലാത്തിൽ മക്തൂബ. ഫർള് നിസ്കരിക്കാൻ സമ്മതിക്കാത്ത തലക്കനമുള്ള ഒരു ടീമാണത്. അവരുടെ തലകൾക്ക് ഭാരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് തലക്കനമാണ്. ഫർള് നിസ്കരിക്കാൻ തലക്കനമാണ്. ഫർള് നിസ്കരിക്കാൻ അവരെ കൊണ്ടാവൂല. സുജൂദ് ചെയ്യാൻ മടിയുള്ള, അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം ഫർള് നിസ്കാരത്തിന് വേണ്ടി സുജൂദ് ചെയ്യാൻ മടിക്കുന്ന അതൊരു ഭാരമായ ടീം. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഭക്തിയുള്ള ജനങ്ങളല്ലാത്തവർക്ക് നിസ്കാരം ഒരു വലിയ ഭാരമാണ്. ആണ് സത്യം. സംഗതി ഇപ്പോ 5 വഖത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ 4 റക്അത്താണ് പരമാവധി കൂടിയ റക്അത്തുകൾ ഉള്ളത്. ഈ 4 റക്അത്ത് നിസ്കാരം ഒരു ഭാരാണോ സത്യത്തിൽ? അല്ല. 5 മിനിറ്റ് കൊണ്ട് നിർവഹിക്കാവുന്ന കേസേ ഉള്ളൂ, മര്യാദക്ക് നിർവഹിച്ചാൽ തന്നെ. പക്ഷെ അത് പലർക്കും മലമറിക്കുന്ന പണിയെടുത്താൽ ഒരു ക്ഷീണവും ഉണ്ടാവില്ല. ഈ ഒരു 5 മിനിറ്റ് അള്ളാഹുവിന് വേണ്ടി ഈ ഒരു 4 റക്അത്ത് അതിൻ്റെ ഭംഗി പോലെ നിർവഹിക്കാൻ എന്തൊരു മടിയാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉണർത്തിയത്. നബി തങ്ങൾ ഉമ്മത്തായ നമുക്ക് കൈമാറുകയാണിത്. കഴിഞ്ഞില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും അതാ യാത്ര തുടരുന്നു. ആ യാത്ര തുടരുമ്പോൾ സുമ്മാ തഅലാ ഖൗമിൻ, പിന്നെ ചെന്നുപെടുന്നത് വേറെ ഒരു ടീമിന്റെ അടുത്ത്. പിന്നെ യാത്രാമധ്യേ കണ്ടത് മറ്റൊരു ടീമിനെ. ആ ടീം ആരാണ്? അലാ അഖ്ബാലിഹിം റിഖാൾ വഅലാ അദ്ബാരിഹിം റിഖാൾ. അവരുടെ മുൻദ്വാരത്തിന്റെയും പിൻദ്വാരത്തിന്റെയും നേരെ മാത്രം ചെറിയ കഷ്ണങ്ങളുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മുൻദ്വാരവും പിൻദ്വാരവും മാത്രം 2 ദ്വാരങ്ങൾ മാത്രം ഇങ്ങനെ ഒരു കഷ്ണം വെച്ച് അടച്ചിരിക്കുന്നു. വേറെ അവരേത് ചെയ്തിട്ടില്ല, വസ്ത്രം ധരിച്ചിട്ടില്ല എന്നർത്ഥം. ഫുൾ ഓപ്പണാണ്. നാണം മറക്കാതെ മുന്നും പിന്നും മാത്രം മറച്ച് അവർ യസ്റഹൂന കമാ തസ്റഹുൽ ഇബ്ലു വൽ ഗനം. ഒട്ടകങ്ങളും അതുപോലെ തന്നെ ആടുകളുമൊക്കെ, ഒട്ടകവും ആടൊന്നും ഉടുക്കാറില്ലല്ലോ, മേയുന്നത് പോലെ ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. യകുലൂന വരിഅ വസ്സഖൂമ വറദ്ഫ ജഹന്നമ വഹിജാറതഹ. എന്താണ് അവർ നരകത്തിലൂടെ അങ്ങനെ മേഞ്ഞ് തിന്നുന്നത്? എന്താ? സഖൂം വൃക്ഷവും കള്ളിമുള്ളും നരകത്തിലെ പുല്ലും കല്ലും ഒക്കെ മേഞ്ഞു തിന്നുകൊണ്ടിരിക്കുകയാണോ? നരകത്തിലെ പുല്ലും കല്ലും ആണ് ഈ മേഞ്ഞു തിന്നുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആരാണിത്?
നാണം മറക്കാത്ത, മുന്നും പിന്നും മാത്രം മറച്ച് ബാക്കിയുള്ള നാണം മുഴുവനും പുറത്തു കാട്ടി ഒരു ഉളുപ്പുമില്ലാതെ നരകത്തിലെ കള്ളിമുള്ളും സക്കൂം വൃക്ഷവും കല്ലും മുള്ളുമൊക്കെ മേഞ്ഞ് തിന്ന് നടക്കുന്ന ഇവരാരാ? മൻഹൗലായി ജിബ്രീൽ, ജിബ്രീലെ ഇതാരാണ് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി അൽ ഹൗലായില്ലദീന ലാ യുഅ്തൂന സ്വദഖാതി അംവാലിഹിം, സമ്പത്തിന്റെ നിർബന്ധമായ സക്കാത്ത് കൊടുത്തു വീട്ടാത്തവരാണ്. ലാ യുഅദ്ദൂന, ഹൗലായില്ലദീന ലാ യുഅദ്ദൂന സ്വദഖാതി അംവാലിഹിം, അവരുടെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കാത്ത ടീമാണ് കേട്ടോ ഇത്. സക്കാത്ത് കൊടുത്തു വീട്ടാത്ത ടീമാണ്. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് ഒരു കൊല്ലം സക്കാത്ത് നിർബന്ധമായ പണം കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്നവർ എത്രയുണ്ട്? കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നവർ എത്രയുണ്ട്? സ്വർണവും വെള്ളിയും പരിധി വിട്ട് ആഭരണങ്ങൾ എന്നതിനപ്പുറത്ത് ധനസൂക്ഷിപ്പിന്റെ ഭാഗമായി സ്വർണവും വെള്ളിയും ഒക്കെ വാങ്ങിയിട്ട് ലോക്കറിലിട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സക്കാത്ത് കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? ശ്രദ്ധിക്കേണ്ടതല്ലേ? ഞാൻ പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്കും വരാനുള്ളത് ഇത് തന്നെയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഈ സക്കാത്ത് കൊടുക്കാത്ത ടീമിനെ ഇക്കോലത്തില് ശിക്ഷിക്കുമ്പോൾ ഇത് പരിധി വിട്ടില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. ഒമാ ലലമഹുമുല്ലാഹു ഷൈആ, അള്ളാഹു അവരോട് ഒരൽപ്പം പോലും അക്രമം കാണിച്ചിട്ടില്ല. വമല്ലാഹു ബിളല്ലാമിൽ ലിൽ അബീദ്, അള്ളാഹു തആല അവന്റെ അടിമകളെ ആക്രമിക്കുന്ന രീതിയും പടച്ചോനില്ല. അള്ളാഹു ഒട്ടും ആക്രമിക്കുന്നവനല്ല അവന്റെ അടിമകളെ. അതുകൊണ്ട് അള്ളാഹു ആക്രമിച്ചതല്ല, മറിച്ച് ഇതൊക്കെ ഇവർ ഉണ്ടാക്കി തീർത്തതാണ്, ഇവരാൽ ഉണ്ടാക്കി തീർത്തതാണ്. സക്കാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചു. വീണ്ടും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര തുടരുന്നു. സുമ്മാ തഅലാ ഖൗം, പിന്നെ നബി തങ്ങൾ എത്തിപ്പെട്ടത് വേറൊരു ടീമിന്റെ അടുത്താണ്. എന്താണ് അവരുടെ അവസ്ഥ? നല്ലപോലെ ശ്രദ്ധിക്കണം ഈ ഒരു ചിത്രം. നബി തങ്ങൾ ഇസ്രാ മിറാജിന്റെ അന്ന് കാണുന്ന, തന്റെ യാത്രാമധ്യേ കാണുന്ന മറ്റൊരു അത്ഭുതം ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ്. ബൈന ഐദീഹിം ലഹ്മുൻ നളീജുൻ ഫീ ഖിദർ. എന്താ പറഞ്ഞത്? ഒരു ടീം, ആ ടീം ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുകയാണ്. അവരുടെ മുമ്പിലുണ്ട് ലഹ്മുൻ നളീജുൻ ഫീ ഖിദിരിൻ, നല്ല വെന്ത് പാകമായ നല്ല രുചികരമായ മാംസം ഒരു കലത്തിലുണ്ട്. ഒരു കലത്തിൽ വെന്ത രുചിയുള്ള നല്ല മാംസം അവരുടെ വലതുഭാഗത്തിരിക്കുന്നു. വലഹ്മുൻ ആഖർ, വേറെ ഒരു കലം നീഉൻ ഖബീസ്, അത് വേവിക്കാത്ത മാംസാണ്. വേവിക്കാത്ത മാംസാണ്. അതാണെങ്കിലോ ദുർഗന്ധം വമിക്കുന്നുണ്ട്, കേടുവന്നിട്ടുണ്ട്. വേവിക്കാത്ത മാംസം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ മണക്കാൻ തുടങ്ങും. അപ്പൊ വെന്ത നല്ല രുചിയുള്ള മാംസം ഇപ്പുറത്തിരിക്കുന്നു, ഇപ്പുറത്ത് വേവിക്കാത്ത പച്ച മാംസം. സുബ്ഹാനല്ലാഹ്, ഇത് രണ്ടും കൂടെ അങ്ങനെ ഇരിക്കുമ്പം എന്താ ഇവിടെ ഉള്ള വിഷയം? അത്ഭുതം എന്താ? ഫജഅലൂ യഅകുലൂന മിനൻ നീഇൽ ഖബീസ് വയദഊന അൻ-നളീജ അത്വയ്യിബ്. ഈ ദുർഗന്ധം വമിക്കുന്ന ദുഷിച്ച വേവിക്കാത്ത പച്ച മാംസം, മണക്കുന്ന പച്ച മാംസം, കേടുവന്ന മാംസം, അതിങ്ങനെ വലിച്ചു വാരി ഇവർ തിന്നുന്നുണ്ട്. ഇപ്പുറത്തുള്ള വിശുദ്ധമായ ആ പാചകം ചെയ്ത മാംസം ആർക്കും വേണ്ട. ഇതാണ് അവസ്ഥ. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ഈ ശുദ്ധമായ മാംസം ഉപേക്ഷിച്ച് ഈ കെട്ട മാംസം വാരി വലിച്ച് തിന്നുന്ന ഈ ഉളുപ്പില്ലാത്ത വർഗം, മൻ ഹൗലായി യാ റസൂലല്ലാഹ്, മൻ ഹൗലായി യാ ജിബ്രീൽ. നബി തങ്ങൾ ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, ഓ ജിബ്രീലേ ഇതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, നിങ്ങൾക്കറിയോ ഇതാരാണ്? ഹാദർ റജുൽ മിൻ ഉമ്മത്തിക യഖൂമു വഇൻദഹു ഇംറഅത്തുൻ ഹലാലുൻ ത്വയ്യിബുൻ ഫയഅതിൽ മർഅത്തൽ ഖബീസ ഫയബീതു മഅഹാ ഹത്താ യുസ്ബിഹ്. നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ, അയാൾ എന്ത് ചെയ്യുന്നു? അർദ്ധരാത്രി അയാൾക്ക് ഹലാലായ നല്ലൊരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ അടുത്ത് നിന്ന് പതുക്കെ എഴുന്നേറ്റ് ഹറാമായ ഒരു വേശ്യയുടെ അടുത്ത് പോയിട്ട് ലൈംഗിക ദാഹം തീർത്ത് രസിക്കുന്ന ചിലർ നിങ്ങളുടെ ഉമ്മത്തിലുണ്ടാവും. ഹലാലും വിശുദ്ധവുമായ ഭാര്യമാരെ ഉപേക്ഷിച്ച് ഹറാമായ അന്യ സ്ത്രീകളെ പുലുകുന്നവർ, അവർക്ക് വരാനുള്ള ദുരന്തമാണിത്. ഈ നല്ല മാംസം ഇവിടെ വെച്ച് ഈ ചീഞ്ഞ മാംസം വാരി തിന്നുന്നത്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞു, സ്ത്രീകളാണെങ്കിലും അങ്ങനെ തന്നെ ഒരു സ്ത്രീ തൻ്റെ ഹലാലായ ഭർത്താവ്, ആ ഭർത്താവിനെ പറ്റിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ ചാടിപ്പോകുന്നു, അവൻ്റെ കൂടെ ജീവിതം പങ്കിടുന്നു. ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യയും ഭാര്യയെ ചതിക്കുന്ന ഭർത്താവും, ജീവിത പങ്കാളിയെ ചതിക്കുന്ന ഇണ, ആ ഇണകൾക്ക് നാളെ പരലോകത്ത് വരാനുള്ള ദുർഗതിയാണിത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു. ഇത്തരം തിന്മകളൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിച്ചു പോകുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ മടങ്ങാനുള്ള, തൗബ ചെയ്ത് മടങ്ങാനുള്ള, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് റമദാനിൽ അവസാനത്തെ 10. അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ എന്ന് പറയുമ്പോൾ കുറ്റബോധം കൊണ്ട് മനസ്സ് തപിക്കണം, മനസ്സ് ശരിക്ക് പൊള്ളണം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴേ നമുക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. വേറെ ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വേറെ ഒരു ചിത്രം. നബി തങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പം വഴിയിൽ ഒരു മുള്ളുമരം, ഒരു മരത്തടി, ലാ യമുറു ബിഹാ സൗബുൻ ഇല്ലാ ശഖ്ഖതുഹു വലാ ശൈഉൻ ഇല്ലാ ഖറഖതുഹു. ആ മരത്തിൻ്റെ അടുത്തുകൂടെ ആര് പോവുകയാണെങ്കിലും അയാളുടെ വസ്ത്രം ആ മരത്തിലേക്ക് അങ്ങ് ആകർഷിക്കും, വസ്ത്രം വലിച്ചു കീറും, അതിലെ മുള്ളിൽ തട്ടി ആ മരത്തിൽ ഇയാളുടെ വസ്ത്രം ഒന്ന് തട്ടുമ്പോഴേക്ക് അത് പിടിച്ച് ചീന്തി കീറി ഓട്ടയാക്കിയിട്ടേ വിടും. അപ്പോൾ അതിലൂടെ നടന്നു പോകുന്ന മുഴുവൻ ആളുകളുടെയും വസ്ത്രം കേടുവരുത്തുന്ന ഒരു മരം വഴിയിൽ കാണുകയാണ്. എങ്ങനെയായാലും അതിലൂടെ പോകുന്നവരൊക്കെ അതിലൊന്ന് വീഴും, അങ്ങനെ അവരുടെ വസ്ത്രം കീറും, ശരീരത്തിന് പരിക്കേൽക്കും. ഇതാരാന്ന് ജിബ്രീലിനോട് മുത്തുനബി ചോദിച്ചു. ഇതാരാണ്, ഇതെന്താണ് രംഗം? അവിടുന്ന് പറഞ്ഞു, ഹാദാ മസലു അഖ്വാമിൻ മിൻ ഉമ്മതിക യഖ്ഉദൂന അല ത്വരീഖി ഫയഖ്തഊന. വഴിയിലിരുന്ന് ആ വഴിയിലൂടെ പോകുന്ന ആളുകളെയൊക്കെ കൊള്ള നടത്തുന്ന വഴികൊള്ളക്കാർ, കവർച്ചക്കാർ, നിങ്ങളുടെ ഉമ്മത്തിൽ വരുന്ന കവർച്ചക്കാരുടെ ഉദാഹരണമാണ് ഈ കാണിച്ചിരിക്കുന്നത്. കവർച്ചക്കാരുടെ ഉദാഹരണമാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ നോദി വലാത്ത ഖുദൂബി കുല്ലി സിറാത്തിൻ തൂഇദൂൻ വതസുദ്ദൂന അൻ സബീലില്ലാഹ്. നിങ്ങൾ വഴിയിലിരുന്ന് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ വഴിയിൽ മാർഗതടസ്സം സൃഷ്ടിക്കുകയും ചെയ്യരുത്. സൂറത്തുൽ അറാഫ് 86. ഇത് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയോട് അള്ളാഹു പറഞ്ഞ വിലക്കുകളിൽ ഒന്നാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓതി, എന്നിട്ട് കാര്യം നമ്മെ ഉത്ബോധിപ്പിച്ചു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്ര തുടരുകയാണ്. തുടരുമ്പോൾ സുമ്മ മറ അലാ റജുലിൻ, മറ്റൊരാളുടെ അടുത്തുകൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയുമോ? പിന്നെ നടന്നുപോയപ്പോൾ കണ്ട കാഴ്ച, ഒരാൾ ഖദ് ജമഅ ഹസ്മതൻ അളീമ, ഒരു വലിയ വിറക് കെട്ട്, ആ വിറകും കെട്ട് അയാൾ ഒരുമിച്ച് കൂട്ടി. ഒരു വലിയ വിറകിന്റെ കെട്ട് അയാൾ ഉണ്ടാക്കിയിട്ട് ആ കെട്ട് ലാ യസ്തതിഉ ഹംലഹ, അത് സ്വയം തലയിലേക്ക് പൊക്കിയെടുക്കാൻ, തലയിലേക്ക് പൊക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഉള്ള വിറകിന്റെ കെട്ട് തന്നെ എടുത്ത് തലയെ വെച്ച് നടക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. എന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു കൊള്ളി കണ്ടാൽ, അവിടുന്ന് വേറൊരു വിറകിന്റെ കൊള്ളി കണ്ടാൽ അതൊക്കെ എടുത്തിട്ട് ഇതിൽ വെച്ച് വീണ്ടും കെട്ടും. ഇത് ഉള്ളത് തന്നെ അയാൾക്ക് എടുത്ത് പൊക്കി തലയെ വെക്കാൻ വയ്യ. എന്നിട്ട് പിന്നെയും എവിടെ നിന്നൊക്കെ കിട്ടുമോ ഇതിലേക്ക് ഒരു 2 കൊള്ളി വിറവും കൂടെ കിട്ടുമോ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഇയാൾ. അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാ. അപ്പോൾ ജിബ്രീലിനോട് റസൂലുള്ളാഹി ചോദിച്ചു, യാ ജിബ്രീൽ മാ ഹാദാ മൻ ഹാദാ, ജിബ്രീലേ ഇയാൾ ആരാ? ഉള്ള വിറകിന്റെ കെട്ടിനെ തലയിലാക്കാൻ പറ്റാത്ത ഇയാൾ വീണ്ടും വീണ്ടും ആ വിറകിന്റെ കെട്ട് വലുതാക്കും തോറും പിന്നെ അത് വഹിക്കാൻ പറ്റൂലല്ലോ. ആരാണ് ഈ പോയത്തക്കാരൻ? അപ്പോൾ പറഞ്ഞു, ഹാദാ റജുലുൻ മിൻ ഉമ്മത്തിക്, ഇത് നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ശേഷം വരാനുള്ള ഒരു മനുഷ്യനാണ്. അലൈഹി അമാനാത്തുന്നാസി ലാ യസ്തതീഉ അദാഅഹ, ജനങ്ങളുടെ അമാനത്ത് സ്വത്തുകൾ, ജനങ്ങളുടെ അനാമത്തുകൾ, അതായത് അമാനത്ത് സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ അയാളുടെ ഏതിലുണ്ടാകും? പെരടിയിലുണ്ടാകും. എന്ന് പറഞ്ഞാൽ അവിടെ അതിര് തിരക്കിയത്, അന്യന്റെ അവകാശം പാട്ടിലാക്കിയത്, മറ്റവനെ പറ്റിച്ചത്, ഭാര്യയെ പറ്റിച്ചത്, അല്ലെങ്കിൽ ജ്യേഷ്ഠനെ പറ്റിച്ചത്, മുതലോഹരി ഭാഗം ചെയ്യുമ്പോൾ പെങ്ങന്മാരെ പറ്റിച്ചത്, ഇങ്ങനെ
അമാനത്തുകൾ ധാരാളം, മറ്റുള്ളവ ആരാന്റെ അമാനത്തുകൾ പെരടിയിലായ ആള് ലായസ്തത്തിയു അദാഹ, നാളെ പരലോകത്തെത്തുമ്പോൾ അത് അവന് വഹിക്കാൻ പറ്റൂല. എന്നിട്ടും ബഹുവ യുരീദു അൻ യസീദ അലൈഹ, വീണ്ടും വീണ്ടും അത് വർദ്ധിപ്പിക്കണം എന്നാണ് ഇവന്റെ ചിന്ത. ഇത്തരം ആളുകൾക്ക് മാറണം എന്ന ചിന്തയില്ല. ഇനിയും അതിലെവിടെയെങ്കിലും തിരക്കാൻ കിട്ടുമോ, ഇനിയും ഒരാളെ പറ്റിക്കാൻ പറ്റുമോ, ഒരാളെ ചതിക്കാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുകയാണ് ഇവൻ. ഇത്തരം ആളുകളുടെ ഒരു ചിത്രമാണ്, നരകത്തിൽ നിന്നുള്ള ചിത്രമാണ് നബിയെ തങ്ങൾക്ക് ഈ കാണിക്കപ്പെട്ടത്. പരിശുദ്ധ റമളാനിൽ തീർച്ചയായിട്ടും ചിന്തിക്കാൻ പറ്റിയ ചിന്തകളല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ടീമിന്റെ അടുത്തുകൂടെ ഇങ്ങനെ യാത്ര പോകുന്നു. ആ ടീമിന്റെ അടുത്തുകൂടെ യാത്ര പോകുമ്പോൾ അവിടെ കണ്ട രംഗം എന്താണ്? ഒരു ടീം, ആ ടീമിന്റെ നാവുകൾ ഇരുമ്പിന്റെ കത്രിക കൊണ്ട് അവരുടെ നാവും അവരുടെ ചുണ്ടുകളും ഇങ്ങനെ കഷ്ണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുല്ലമാ കുരിളത്ത് ആദത്ത് കമാ കാനത്ത്, ആ ചുണ്ടുകൾ കഷ്ണിക്കുമ്പോഴൊക്കെ, നാവ് മുറിക്കുമ്പോഴൊക്കെ വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് വരികയാണ്. അത് പഴയ അവസ്ഥയിലേക്ക് വരികയാണ്. പഴയ അവസ്ഥയിലേക്ക് അത് വന്ന് പൂർവസ്ഥിതിയിലേക്ക് എത്തി. അത് അവസാനിക്കാതെ വലായുഫത്റു അൻഹും മിൻ ദാലിക ഷൈ, അവർക്ക് ഈ ശിക്ഷയിൽ ഒരു ഇളവുമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ മൻ ഹൗലാ, ഇതാരാണ് ജിബ്രീലേ? കേൾക്കുമ്പം ബേജാറുണ്ട് ഇതാരാന്ന് പറയാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ ശ്രദ്ധിക്കുക, നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലൊക്കെ പലപ്പോഴും മതപ്രസംഗ വേദികളോടുള്ള മതിപ്പ് തന്നെ കുറക്കുമാർ രീതിയിൽ ഹംദും സ്വലാത്തും ചൊല്ലി ദുആ ചെയ്തു തുടങ്ങുന്ന സദസ്സുകൾ പലപ്പോഴും പല സമ്മേളനങ്ങളും പല പൊതുയോഗങ്ങളും പല പ്രഭാഷണ സദസ്സുകളും തുടക്കം മുതൽ ഒടുക്കം വരെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന നല്ല കാര്യങ്ങളൊന്നും പറയാതെ പണ്ഡിതരുടെയും അതുപോലെ തന്നെ സാദാത്തുക്കളുടെയും പച്ചമാംസം കൊത്തി വലിക്കുന്ന, ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന, ഗീബത്തും ആരോപണങ്ങളും ഉന്നയിക്കുന്ന പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്. നാം പലപ്പോഴും പറയാറുണ്ട്, അത്തരം പ്രഭാഷണങ്ങൾ നടത്തരുത്, സംഘടിപ്പിക്കരുത്, അതിനുവേണ്ടി സംഘടിക്കരുത്, അതിനുവേണ്ടി പണം ചെലവഴിക്കരുത്, അതിനുവേണ്ടി ഊർജം ചെലവഴിക്കരുത്. അള്ളാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, ആരാണ് ഈ ഈ ചുണ്ടും നാവും ഇരുമ്പിന്റെ കത്രിക കൊണ്ട് കഷ്ണിച്ച് വീണ്ടും പൂർവ്വസ്ഥിതിയിലായി വീണ്ടും കഷ്ണിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗം എന്നറിയോ? ഹൗലായി ഖുതബാഉൽ ഫിത്ന, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന പ്രഭാഷകരാണ് അവർ. നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന പ്രഭാഷകരാണ്, തറ പ്രഭാഷകരാണ് അവർ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നപ്പോൾ ഒരു ചെറിയ കല്ല്, ചെറിയ ഒരു ഉരുളൻ കല്ല്, ആ ഉരുളൻ കല്ലിൽ നിന്നും യഖ്റുജു മിൻഹു സൗറുൻ അദീം, കല്ല് ചെറുതാണ്, ചെറിയൊരു കല്ല്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വലിയ കാള പുറത്തേക്ക് ഇങ്ങ് വരും. വലിയൊരു കാള, ഒരു വലിയ മണിക്കാള അതിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വരും. ഇത് കാണുമ്പോൾ അത്ഭുതപ്പെടും. ഫജഅല സൗറു യുരീദു അൻ യദ്ഖുല മിൻ ഹൈസു ഖറജ്, പുറപ്പെട്ട അതേ വഴിയിലൂടെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു കാള പുറത്തേക്ക് ഇങ്ങോട്ട് വരിക. ആ കാള തിരിച്ച് ആ കല്ലിലേക്ക് തന്നെ കയറാൻ ഒരുങ്ങുക. അപ്പോൾ ഉദാഹരണം, ഒരു സൂചിയുടെ ഓട്ടയിലൂടെ ഒരു കാള പുറത്തേക്ക് വരിക, എന്നിട്ട് ആ സൂചിയുടെ ഓട്ടയിലൂടെ അല്ലെങ്കിൽ ഒരു തൊണ്ടിലൂടെ പുറത്തേക്ക് വന്നു, ആ തൊണ്ടിൻ്റെ അകത്തേക്ക് വീണ്ടും അത് കടക്കാൻ ശ്രമിച്ചാൽ നടക്കുമോ? നടക്കില്ല. അപ്പം എന്നതുപോലെ ഈ ചെറിയ കല്ലിലേക്ക് അത് വീണ്ടും കയറാൻ ശ്രമിക്കുന്നു, പക്ഷേ കയറാൻ കഴിയുന്നില്ല. വലാ യസ്തതിയ. നബി തങ്ങൾ ചോദിച്ചു, മഹാദായ ജിബ്രീൽ, ജിബ്രീലെ ഇതാ എന്താണ് രംഗം? അപ്പൊ പറഞ്ഞു, ഹാദർ റജുലു യതകല്ലമു ബിൽ കലിമത്തിൽ അദീമ, ഈ മനുഷ്യൻ ആരാന്നറിയോ? ഇയാള് വലിയ വർത്താനം പറയുന്ന ആളാണ്. ചെറിയ തൊള്ളേന്ന് വലിയ വർത്താനം വരിക, ചെറിയ പാറക്കെട്ടിൽ നിന്ന് വലിയ കാള വരും പോലെ. ചെറിയ വായാണ്, പക്ഷെ വലിയ വർത്താനങ്ങൾ ഒരു ചാടും. ഫയന്തമു അലൈഹ, അപ്പം അയാൾ ഖേദിക്കും. ആ പറഞ്ഞത് ആലോചിച്ച് പിന്നെ അയാൾ ഖേദിക്കും. പക്ഷെ ഫലാസ്തത്തിയ യറുദ്ദഹ, അത് വീണ്ടെടുക്കാൻ അയാൾക്ക് കഴിയില്ല. തൊള്ളേന്ന് വിട്ട വാക്ക് വീണ്ടെടുക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിലൊക്കെ പറഞ്ഞില്ലേ, അള്ളാഹിനെ പറ്റി മക്കളുണ്ട് എന്ന ആരോപണം ബഹുദൈവാരാധകർ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞില്ലേ, കബിറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ തൊള്ളയിലൂടെ പുറത്തേക്ക് വരുന്നത് എത്ര വലിയ വർത്താനാണ്. നമ്മളെ ഉപ്പമാരൊക്കെ പലപ്പോഴും പറയാറുണ്ട്, കാരണവന്മാരൊക്കെ പറയാറുണ്ട്, ഉസ്താദേ
ഒരു ചെറുപ്പക്കാരൻ കുട്ടിയുടെ പ്രഭാഷണം കേട്ടു. അയാൾ വലിയ ആലിമീങ്ങളെയും സാദാത്തുക്കളെയും ഒക്കെ തെറി പറയുന്നത് കേൾക്കുമ്പോൾ ചില ഉപ്പമാര് സങ്കടത്തോടെ പറയാറ്, ചെറിയൊരു കുട്ടി, ആ ചെറിയ തൊള്ളയിൽ നിന്ന് വരുന്നത് വലിയ വർത്താന ഉസ്താദേ, തൊള്ളേ കൊള്ളാത്ത വർത്താനാണ്. അതന്നെയാണ് ഇവിടെ ഈ പറയുന്നത്, തൊള്ളയിലടങ്ങാത്ത സംസാരം. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. വലിയ വാക്കുകൾ വായിൽ നിന്ന് വീണാൽ അത് വീണ്ടെടുക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണോ ഈ അവസാനത്തെ 10 നമ്മളോട് യാചിക്കാൻ പറഞ്ഞത്? അപ്പം നമ്മളെ ജീവിതവും കൂടെ നമ്മൾ തിരുത്തണം. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര വീണ്ടും തുടരുന്നു. ആ തുടരുന്ന യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു താഴ്വാരത്തിലെത്തി. ഒരു താഴ്വാരം, ആ താഴ്വാരം സുന്ദരമാണ്. അങ്ങോട്ട് എത്തിയപ്പോഴേക്കും വല്ലാത്തൊരു പരിമളം, നല്ല സുഗന്ധം അടിച്ചു വീശുന്നു. തണുത്ത കാറ്റും പ്രകൃതി നൽകുന്നു. കസ്തൂരിയുടെ മണവും, നല്ല ഒരു അനൗൺസ്മെന്റ്, ശാന്തമായ ഒരു അനൗൺസ്മെന്റും ഒരു ഭാഗത്ത് നിന്ന് കേൾക്കുന്നു. ഇതൊക്കെയാണ് ആ താഴ്വരയിലെത്തിയപ്പോൾ ഉള്ളത്. എന്തെല്ലാം പറഞ്ഞു? ആ താഴ്വരയിലെത്തിയപ്പോൾ നല്ല സ്മെല്ല്, നല്ല തണുത്ത കാറ്റ്, നല്ല ശാന്തമായൊരു അനൗൺസ്മെന്റ്. സുമ്മാ തഅല വാദിൻ ഫവജദ റീഹൻ ബാരിദതൻ ത്വയ്യിബതൻ വരീഹൽ മിസ്കി വസമിഅ സൗതൻ ഫഖാല യാ ജിബ്രീൽ മാ ഹാദിഹി റീഹുൽ ബാരിദതു ത്വയ്യിബ. ഈ നല്ല തണുത്ത കാറ്റ്, നല്ല കാറ്റ് എവിടെ നിന്നാണ്? ഈ തണുത്ത കാറ്റ്, നല്ല കസ്തൂരിയുടെ ഒരു ഗന്ധം എവിടെ നിന്നാണ്? ഈ പരിമളം. വമഹാദ സൗത്ത്, ഈ ശാന്തമായ ഒരു അനൗൺസ്മെന്റ്, എന്താണ് ഈ കേൾക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഹാദാ സൗത്തുൽ ജന്ന, സ്വർഗത്തിലാണ് ഇപ്പം നമ്മൾ എത്തിയത്. ഇത് സ്വർഗത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആണ്, സ്വർഗത്തിൻ്റെ ശബ്ദമാണ്. സ്വർഗത്തിലെ ആ ഒരു പ്രകൃതിയാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചത്, അവിടുത്തെ ആ തണുത്ത കാറ്റും പരിമളവും ഒക്കെ. എന്നാൽ അവിടെ നിന്ന് വരുന്ന അനൗൺസ്മെന്റ് എന്താണ്? സ്വർഗം ഇങ്ങനെ വിളിച്ചു പറയാ പടച്ചോനോട്, യാ റബ്ബി ഇഅ്തിനി ബിഅഹ്ലി, എൻ്റെ നാഥ, എനിക്കു നീ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള എൻ്റെ ആളുകളെ എൻ്റെ അടുത്തേക്ക് ഇങ്ങ് കൊണ്ടുവാ. എനിക്ക് തരാന്ന് പറഞ്ഞ എൻ്റെ ആളുകൾ എവിടെ? സ്വർഗാവകാശികൾ എവിടെ? ഖദ്കസുറത്ത് ഖുറഫി, എത്ര റൂമുകളുണ്ട് ഇവിടെ തയ്യാറായി നിൽക്കുന്നു, ഒരുപാട് റൂമുകൾ. വഹരീരി വസുന്ദുസി വഇസ്തബറക്കി, പട്ട്, നേർത്തതും കനത്തതും ആയ പട്ടുകളുണ്ട്. വഅബ്ഖരി വലുഉലി, അതേ രൂപത്തിൽ തന്നെയാണ് തലേണകളുണ്ട്, വിരിപ്പുകളുണ്ട്, മുത്തുകളുണ്ട്, രത്നങ്ങളുണ്ട്. വമർജാനി, പവിഴങ്ങളുണ്ട്. വഫില്ലത്തി, അതേ വെള്ളിയുണ്ട്. വദഹബി, സ്വർണമുണ്ട്. വഅബാരിഖി, അതേ രൂപത്തിൽ തന്നെയാണ് മൂളികളുണ്ട് ഒരു ഭാഗത്ത്. വഫവാക്കിഹി, എല്ലാ തരത്തിലുമുള്ള പഴവർഗ്ഗങ്ങളുണ്ടെന്നില് എന്ന് മാത്രമല്ല, വഅസലി വഹംരി വലബനി, പാലുണ്ട്, തേനുണ്ട്, തേനാറുകളുണ്ട്, പാലാറുകളുണ്ട്, സ്വർഗീയ കള്ളിൻ്റെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ യഥേഷ്ടാണ്. എവിടെയാണ് എനിക്ക് നിശ്ചയിക്കപ്പെട്ട അഖിലുകാർ? ഫൗത്തിനി ബിമാ വഅതനി, നീ എന്നോട് വാഗ്ദത്തം ചെയ്ത ആളുകളെ ഇങ്ങ് കൊണ്ടുപോവാ, ഞാൻ അവർക്ക് എൻ്റെ ഈ വിഭവങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കട്ടെ എന്ന് അല്ലാഹു തആലയോട് ഏത് ചെയ്യാണ്? സ്വർഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അതിന് പ്രതിവചനം അള്ളാഹുവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. പ്രതിവചനം, ഉത്തരം എന്താണത്? ലക്കി കുല്ലു മുസ്ലിമിൻ വമുസ്ലിമ വമുഅ്മിനിൻ വമുഅ്മിന വമൻ ആമന ബി വബിറുസുലി വഅമില സാലിഹൻ വലം യുശ്രിക് ബി ഷൈഅ. എല്ലാ മുസ്ലിമും, എല്ലാ മുസ്ലിമത്തും, എല്ലാ മുഅ്മിനും, എല്ലാ മുഅ്മിനത്തും, വിശ്വാസികൾ, അനുഷ്ഠാനബോധമുള്ള ആണും പെണ്ണും, എന്നിൽ വിശ്വസിച്ചവർ, എൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവർ, സുഹൃതങ്ങൾ ചെയ്തവർ, വലം യുശ്രിക് ബി ഷൈഅ, എന്നോടൊന്നും പങ്കുചേർക്കാത്തവർ, വലം യത്തഖിദ് മിൻ ദൂനി അന്താദ, ഞാനല്ലാത്ത മറ്റൊരാളെ എനിക്ക് സമന്മാരായി നിശ്ചയിക്കാത്തവർ, ഒമൻ, അവരൊക്കെ നിങ്ങൾക്കുള്ളതാണ് സ്വർഗമേ, നിനക്കുള്ളതാണ്. അവരൊക്കെ നിന്റെ അടുത്തേക്ക് വന്നു കിട്ടും. അവരൊക്കെ നിന്റെ അടുത്തേക്ക്, അവരുടെ തറവാട് നീയാണ്, അങ്ങോട്ട് വരും, കാത്തിരിക്കൂ. ഒമൻ ഹഷിയനി ആമൻതുഹു, എന്നെ പേടിച്ചവർക്ക് ഞാൻ നിന്നിൽ അഭയം നൽകും. ഒമൻ സഅലനി അഅ്തൈതുഹു, എന്നോട് ചോദിച്ചവന് അഅ്തൈതുഹു, ഞാൻ അവന് കൊടുക്കന്നെ ചെയ്യും. എന്നോട് എനിക്ക് സൽക്കർമ്മങ്ങൾ തന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സൽക്കർമ്മങ്ങൾ തന്ന് ദുനിയാവിൽ നിന്ന് കടം തന്നവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പ്രതിഫലം കൊടുക്കും.
എന്നിൽ തവക്കുലാക്കിയവർക്ക് ഞാൻ എല്ലാം തികച്ചു കൊടുക്കും, അവർക്കൊരു കുറവും ഉണ്ടാവൂല. കഫൈത്തുഹു വ അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ അല്ലാഹുവാണ്, ഞാനല്ലാതെ ഒരു ഇലാഹില്ല കേട്ടോ. ലാ ഉഖ്ലിഫുൽ മിയാദ്, ഞാൻ കരാർ ലംഘിക്കാത്തവനാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, എന്നിട്ട് സൂറത്തുൽ മുഅ്മിനൂനയിലെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്ന ആയത്ത് തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ വരെ അള്ളാഹു അങ്ങ് ഓതിക്കേൽപ്പിച്ചു. ഇവരാണ് സ്വർഗാവകാശികൾ എന്നങ്ങോട്ട് ഓതിക്കേൽപ്പിച്ചപ്പോൾ കാലത്ത് സ്വർഗം പറഞ്ഞു ഖദ് റദീതു, പഠിച്ചോനെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ സംതൃപ്തനാണ്, എനിക്ക് മതി, ഞാൻ സംതൃപ്തയാണ് എന്ന് സ്വർഗം ഉടനെ തന്നെ പ്രതിവചിക്കും. ഇതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അനൗൺസ്മെൻറ്റും അതിൻ്റെ അനൗൺസ്മെൻറ്റുകളും പ്രതിധ്വനികളും ഒക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അത് കഴിഞ്ഞു വീണ്ടും യാത്ര തുടർന്നു. കഴിഞ്ഞു, ഇതും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. അത് വേറെ ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു താഴ്വരയിലെത്തി. ആ താഴ്വരയിൽ ഫസമിയ സൗത്തം മുങ്കറ, നബിതങ്ങൾ കേൾക്കുന്നത് വളരെ അരോചകമായ ശബ്ദം, ബേജാറാകുന്ന ശബ്ദം, ദുഃഖപൂർണമാണ്, കേൾക്കാൻ വയ്യ, ഭീകരമായ സൗണ്ട്. അങ്ങോട്ടെത്തിയപ്പം ചൂടുള്ള കാറ്റ്, വരീഹൻ മുംതിന, നാറുന്ന ഗന്ധം, ദുർഗന്ധം. ജിബ്രീലിനോട് ചോദിച്ചു, ഇതെന്താ ശബ്ദം? ഇവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം, എന്നാലോ ഇവിടുത്തെ അന്തരീക്ഷം വളരെ മോശവുമാണ്. അപ്പോൾ പറഞ്ഞു, ഹാദാ സൗത്തു ജഹന്നം, ഇത് നരകത്തിൽ നിന്നുള്ള അനൗൺസ്മെൻ്റ് ആണ്. നരകം പറയുന്നത് അല്ലാഹുമ്മ ഇത്തിനി ബി അഹ്ലി, പടച്ചോനെ എനിക്ക് നിശ്ചയിച്ച അഹ്ലിയാരെങ്ങു കൊണ്ടാ. കാരണം ഒമാ വാഴത്തനി, നീ എന്നോട് വാഗ്ദത്തം ചെയ്തവരെയും ഇങ്ങ് തരൂ. ഫഖദ് കസൂറത്ത് സലാസിലി, എൻ്റെ ചങ്ങലകൾ ഇവിടെ റെഡിയാണ്. വാഹ്ലാലി, ഖയ്യാമങ്ങൾ ഇവിടെ റെഡിയാണ്, ചങ്ങലകൾ റെഡിയാണ്. വസഈരി വസക്കൂമി വഹമീമി വഹിജാറത്തി വഗസ്സാഖി വഗിസ്രീനി, ചുടുജലം, സക്കൂം വൃക്ഷം, കള്ളിമുള്ള, കത്തിച്ചൊലിക്കുന്ന തീയ്, ഫഖദ് ബഉദ ഖൈരി, നല്ല ആഴമുള്ള നരകക്കുണ്ട്, ഒക്കെ ഇവിടെ റെഡിയാണ്. വസ്തദ്ഹരി, പൊള്ളുന്ന ചൂട്. ഫൗത്തിനി ബിമാ വഅതനി, ഇതൊക്കെ ഞാൻ കൊടുക്കേണ്ട ആളുകളുണ്ടല്ലോ, അവർക്ക് കൊടുക്കാൻ എന്നോട് നീ വാഗ്ദത്തം ചെയ്ത ടീമിനെ ഇങ്ങ് എറിഞ്ഞുകൊണ്ടാ ഞാൻ അവരെ തിന്നൊതുക്കട്ടെ എന്ന് നരകം പറയുമ്പോൾ അള്ളാഹു പറയും, ലക്കി കുല്ലു മുശ്രിക്കിൻ വ മുശ്രിക്ക വകാഫിരിൻ വ കാഫിറ വകുല്ലു ഖബീസിൻ വ ഖബീസ, എൻ്റെ നരകമേ നിനക്കുള്ളത് തന്നെയാണ്. എല്ലാ ബഹുദൈവാരാധകരായ സഹോദരന്മാർ, ആണും പെണ്ണും, നിഷേധികളായവരും, അതുപോലെ തന്നെ വകുല്ലു ഖബീസിൻ വ ഖബീസ, നീചരും നികൃഷ്ടരുമായ എല്ലാ ആണും പെണ്ണും നിന്റെ വയറ്റിലേക്ക് വരാനുള്ളവനാണ്. ഇതൊക്കെയാണ് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് അനൗൺസ്മെൻറ്റുകൾ നമ്മുടെ രണ്ട് കാതുകളിലും ഇങ്ങനെ ശരിക്ക് അതിൻ്റെ അലയൊലി നടക്കണം, അലയടിക്കണം. അത് അപ്പോഴേ നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് ഇത് പറയുള്ളൂ. വകുല്ലു ജബ്ബാരില്ലാ യുമിനു ബിയൗമിൽ ഹിസാബ്, വിചാരണാ നാളിൽ വിശ്വസിക്കാത്ത എല്ലാ പോക്കിരികളും നിന്റെ വയറ്റിലെത്തും, പേടിക്കണ്ട. അപ്പം നരകം പറഞ്ഞു, ഖദ് റളീതു യാ റബ്ബ്, ഖദ് റളീതു യാ റബ്ബ്, അല്ലാഹുവേ മതി മതി മതി, എനിക്കിഷ്ടമായിട്ടുണ്ട്, എനിക്ക് തൃപ്തിയായിട്ടുണ്ട്, അത്ര മതി. അല്ലാഹുവേ ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബേ, ഈ റമളാന്റെ അവസാനത്തെ 10 ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ റമളാന്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങളുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഉസ്താദുമാരെയും ഞങ്ങളുടെ ഗുരുജനങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാർ, ദീനിൻ്റെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മുഹിബ്ബീങ്ങൾ എല്ലാവരെയും നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ റബ്ബേ, എല്ലാവരുടെയും പാപങ്ങൾ ചെറുതും വലുതും രഹസ്യവും പരസ്യവും എല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. പഠിച്ചവനെ, ഈ റമദാനുൽ മുബാറക്കിൽ ഞങ്ങൾ ചെയ്ത ആരാധനകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ എഴുതിയത്, വായിച്ചത്, നിസ്കരിച്ചത്, നോമ്പ് നോറ്റത്, ഖുർആൻ ഓതിയത്,
ഞങ്ങൾ നടത്തിയ എല്ലാ ആരാധനകളും അല്ലാഹുവേ ചെറുതാണെങ്കിലും നീ കബൂലാക്കണേ അല്ലാ.